ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് കപ്പയും മീൻകറി ഉണ്ടാക്കിയാലോ. അപ്പോൾ നമുക്ക് കപ്പ നല്ല കഴുകി വൃത്തിയാക്കി എടുക്കാം. കപ്പയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ തേങ്ങ, പച്ചമുളക്, ചുവന്നുള്ളി, കറിവേപ്പില ഇതങ്ങ് മാറ്റി വെച്ചിട്ട് കപ്പ നമുക്ക് വെള്ളമൊഴിച്ച് ഗ്യാസിലോട്ട് വെക്കാം വേവാനായിട്ട്. അപ്പോൾ നമുക്ക് കപ്പയിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് തേങ്ങ, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, ചുവന്നുള്ളി, ഒരു കഷ്ണം വെളുത്തുള്ളി ഇത്രയും മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുക. ശരിക്കും അരയ്ക്കേണ്ട, ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കണം. അപ്പോൾ നോക്കിക്കുക, നമ്മുടെ കപ്പ ഇപ്പോൾ നന്നായിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും അത് വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ജസ്റ്റ് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം അതിൻ്റെ മുകളിൽ. എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഊറ്റി മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ കപ്പ വേവിച്ച പാത്രം ഗ്യാസിൽ വെച്ചിട്ട് ഒരു ഇച്ചിരി വെള്ളം ഒഴിക്കണം അതിൽ. എന്നിട്ട് അരപ്പിട്ടിട്ട് അതിൻ്റെ മീതെ നമ്മളിപ്പോൾ ഊറ്റി വെച്ച കപ്പ ഇട്ട് കൊടുക്കണം. എന്നിട്ട് അത് അടിയിൽ നിന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഒരു കയ്യിലെടുത്തിട്ട് നന്നായിട്ട് ഇളക്കി, ഈ കപ്പ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ കപ്പ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ഞാനത് നന്നായിട്ട് കുഴച്ച് എടുക്കാൻ വേണ്ടി നോക്കുവാണ്. അപ്പോൾ നമുക്ക് കപ്പയുടെ മുകളിലോട്ട് കുറച്ച് കറിവേപ്പില വിതറി കൊടുത്തിട്ട് കപ്പ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം. ഏകദേശം ഈ ഒരു പരുവൊക്കെ ആയപ്പോൾ നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കപ്പ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മീൻ സെറ്റാക്കി എടുക്കാം. മീനപ്പോൾ നല്ലോണം കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലിട്ട്, അപ്പോൾ നമ്മുടെ ചട്ടി വേഗം അടുപ്പത്ത് വെച്ചിട്ട് ഇച്ചിരി എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായതിന് ശേഷം കടുക്, അതിനുശേഷം ഉലുവ, ഇത് നന്നായിട്ട് പൊട്ടിക്കഴിയണം. അപ്പോൾ കടുകും ഉലുവയൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കുറച്ച് ചുവന്നുള്ളി ഇട്ടിട്ട് ഇത് നന്നായിട്ട് വഴറ്റി, ഇത് കരിഞ്ഞു പോകരുത്, നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ ചുവന്നുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഈ മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, ഫിഷ് മസാല, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, ഇത് മൂന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അത് കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് ഈ വഴറ്റി എടുത്ത അതിലേക്ക് ഇടണം. ഇനിയാണ് നമുക്ക് മീൻകറിയുടെ മെയിൻ പണി വരുന്നത്. ഇപ്പോൾ നമ്മൾ ആ അരപ്പൊഴിച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കണം. അതായത് കരിയാണ്ട് ഇളക്കിക്കൊണ്ട് വെക്കണം. അതിനുശേഷം ലാസ്റ്റ് എണ്ണയൊക്കെ തെളിഞ്ഞ് ഇതെല്ലാം വറ്റി ഡ്രൈ ആയിട്ട് വരും. അതുവരെ നന്നായിട്ട് ഇളക്കണം. ഇതിപ്പോൾ കണ്ടോ, ഇതിപ്പോൾ നന്നായിട്ട് വെള്ളമെല്ലാം വറ്റി ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു കൺസിസ്റ്റൻസി അനുസരിച്ച് എന്തോരം ഗ്രേവി വേണം അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഈ വെള്ളം നന്നായിട്ട് തിളയ്ക്കണ വരെ വെയിറ്റ് ചെയ്യണം. ഇപ്പം നമ്മുടെ മീൻകറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി അതൊന്ന് തിളച്ച് വരുമ്പോൾ കുടംപുളി, നമുക്ക് എന്തോരമാണോ പുളി വേണ്ടത് അത്രയും പുളി മാറ്റി വെച്ചിട്ട് അത് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അത് നന്നായിട്ട് തിളയ്ക്കാൻ വെയിറ്റ് ചെയ്യണം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച മീനിൻ്റെ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാൻ മറന്നുപോയി. ഞാൻ ഇതിനകത്തേക്ക് എടുത്തേക്കണ മീനെന്ന് പറയുന്നത് സീബാസാട്ടോ. അത് ഞാൻ നിങ്ങളോട് പറയാൻ വിട്ടുപോയി. ഇപ്പോൾ നമ്മൾ ഈ മീൻ കഷ്ണങ്ങളൊക്കെ അതിനകത്തേക്ക് ഇട്ട് അതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പില വിതറി കൊടുക്കണം. എന്നിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് വെന്ത് കറി നല്ലോണം തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പതുക്കെ ഓഫ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നോക്കിക്കേ, നമ്മുടെ മീൻ കറി ഇവിടെ റെഡി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, സംഭവം സൂപ്പറാണ്.
അപ്പോൾ ഞാൻ ഈ മീൻകറിയും കപ്പയും ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്താട്ടോ ഈ കാണുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സംഭവം അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്